ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് മസനഗുഡിയിലേക്കാണ്. മസനഗുഡിയിലെ കാടിൻ്റെ ഉള്ളിലേക്ക്, കാടിൻ്റെ ഉള്ളിൽ മനോഹരമായ ഒരു റിസോർട്ട്, അതിലും മനോഹരമായ ഒരു ആംബിയൻസ്, ഫോറസ്റ്റിൻ്റെ ആംബിയൻസ്, ഇതൊക്കെ ആസ്വദിക്കാനാണ് ഇന്നത്തെ യാത്ര. ഈ യാത്ര മഴയിൽ ഒതുങ്ങുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മഴ ഉണ്ടായില്ല. മസനഗുഡിയിലെ ഒരു പ്രൈവറ്റ് ബംഗ്ലാവിലേക്കാണ് ഞങ്ങൾ പോയത്. ഈ ഏരിയയിൽ ടൂറിസം ആക്ടിവിറ്റികൾക്ക് അനുവാദം ഇല്ലെന്നാണ് സുഹൃത്ത് പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ 300ഓളം ഏക്കർ കണ്ടുകിട്ടുമെന്നും സുഹൃത്ത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ പോകുന്ന ബംഗ്ലാവ് ഒരു ഹിഡൻ ജെം ആണ്. ഈ കാണുന്നതാണ് ആ പുരാതന ബംഗ്ലാവ്. ഇവിടെ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ആക്ടിവിറ്റികൾ ഒന്നും തന്നെയില്ല. എന്നാൽ ഇവിടുത്തെ ആംബിയൻസ് ഗംഭീരമാണ്. അത് ആസ്വദിക്കുക എന്നതു മാത്രമാണ് ലക്ഷ്യം. ഹായ്, ഗുഡ് മോർണിംഗ്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ മസനഗുഡിയിൽ ഒരുപാട് കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു സ്റ്റേയിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ 2022 ഒരു ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിചാരിതമായിട്ട് കണ്ട ഒരു സ്ഥലമാണ് എൻ്റെ പുറകിൽ കാണുന്നത്. അന്ന് ഇവിടെ വന്നപ്പോൾ ഒത്തിരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. വന്നവർക്കെല്ലാവർക്കും ഒരു ദിവസമെങ്കിലും ഇവിടെ ഒന്ന് താമസിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ 2 വർഷത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നു ഇവിടെ ഒരു സ്റ്റേ കിട്ടാനായിട്ട്. അതും ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് ഈ സ്റ്റേ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് സ്ഥലം. ഇവിടെ നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനില്ല. ട്രക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ചുറ്റും കാടാണ്. ആ ഒരു സൈലൻസും ഇവിടുത്തെ ഭംഗിയും ആസ്വദിച്ച് ഇവിടെ ഒരു ദിവസം നമ്മൾ കഴിച്ചു കൂട്ടുക. പിന്നെ നമ്മൾ അധികം പുറത്തേക്ക് ഇറങ്ങാനൊന്നും പാടില്ല. ഒരു 5 മണിക്ക് ശേഷമൊന്നും നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും പാടില്ല. അങ്ങനെയുള്ളൊരു ഏരിയയും കൂടിയാണിത്. ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് പുറകിൽ കാണുന്നത്. വീടിൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇങ്ങനെ വിശാലമായിട്ടുള്ള ഒരു വരാന്ത കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം. 2 അറ്റത്തായിട്ട് റൂമുകളുണ്ട്. വലിയൊരു വരാന്തയാണ്. നല്ല അടിപൊളി, നല്ല തടിയിൽ തീർത്ത തൂണുകൾ. നമുക്ക് 2 റൂമും ഓൾമോസ്റ്റ് സെയിം ആണ്. റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം. സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടോ, പഴയ ടൈപ്പ് സ്വിച്ച് ബോർഡൊക്കെയാണ്. നല്ല വുഡ് വർക്ക്, ചില്ലിൻ്റെ നല്ല രസമായിട്ടുണ്ട്. ഇതിൻ്റെ ആംബിയൻസാണ് സൂപ്പർ. കണ്ടോ, അത്യാവശ്യം ആൾക്കാർക്കൊക്കെ കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. 5 പേർക്ക് ഉള്ള കട്ടിലുണ്ട്. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കിവിടെ സ്ലീപ്പിംഗ് ബാഗോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കിടക്കാം. പക്ഷെ ഇതിലെന്തെന്നറിയോ, ഇതിൽ കൗതുകം തോന്നിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമാണ്. സാധാരണ ബാത്റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നോക്കും, നീറ്റാണെങ്കിൽ നമ്മൾ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇതിൻ്റെ ബാത്റൂം തികച്ചും വ്യത്യസ്തമായിട്ട് തോന്നി. ബാത്റൂം എങ്ങനെയുണ്ട് നോക്കാം. ഇതാണ് ബാത്റൂമിൻ്റെ ചില്ല്. കണ്ടോ, ബാത്റൂമിലേക്കുള്ള എൻട്രി കണ്ടോ. ഇതാണ് ബാത്റൂമിൻ്റെ യൂറോപ്യൻ ക്ലോസറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. വാഷ് ബേസിൻ ഉണ്ട്. അടിപൊളി പഴയൊരു സെറ്റപ്പാണ്. വേണ്ട, ഒരു ചില്ല് നമുക്ക് പുറത്തേക്കുള്ളൊരു വ്യൂ കിട്ടും ഇവിടെ. ഇത്രയും വിശാലമായിട്ടുള്ള ബാത്റൂമാണ്. ഇതും ഒരു മിറർ ഇവിടെ ഉണ്ട്. വേണ്ട, ഹാങ്ങറുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും വിശാലമായിട്ടുള്ള ബാത്റൂം. ഇത് ഹാങ് ചെയ്യാനുള്ള ഓപ്ഷനാണ്.
ഇതേ സെയിം മോഡൽ തന്നെയാണ് അപ്പുറത്തെ റൂമുള്ളത്. അപ്പുറത്തെ റൂം ഇതുപോലെ തന്നെ. മാളു വാ പോണ്. നമ്മുടെ ക്യാമ്പിലുള്ള അവന്തിക, മുന്നത്തെ കുറച്ച് ചില വീടുകളിലൊക്കെ അവന്തിക ഉണ്ട്. നമ്മളൊരു 9 പേരാണ് ഇവിടെ ക്യാമ്പിലുള്ളത്. ഇത് മറ്റൊരു റൂമാണ്. ഇവിടെ ഇത്രയും ഇങ്ങനെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ. ഇതേപോലെ തന്നെയാണ് ബാത്റൂം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും വരുന്നത്. സെയിം ആളുണ്ട് അതിനുള്ളിൽ. അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? അതിൻ്റെ ഉള്ളിൽ തുറക്കണ്ട. ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ പുറകിലുള്ള വരാന്തയാണ്. ഉണ്ടോ? അപ്പോൾ സാജൻ ഭായ് കുക്കിങ്ങിലാണ്. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ടുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു ഐറ്റം ചിക്കൻ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. വലിയൊരു ബാത്ത് ടബൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് പണ്ട് കാലത്ത് അതിൻ്റെ നിർമ്മിതികളിലൊക്കെ ഭാഗമായിട്ടുള്ള ഒരു ബാത്ത് ടബാണ്. ഇതേപോലെ തന്നെ ഒരു ബാത്ത് ടബ് ഇതിന് നേരെ അപ്പുറത്തോട്ട്. ഇതൊരു ബാലൻസ്ഡ് ആയിട്ടാണ് തോന്നുന്നത്. ഇതൊരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ആർക്കിടെക്ചറാണ്. 2 സൈഡിലും ഒരേപോലത്തെ റൂം, ബാത്റൂം, അതുപോലെ ഈ ബാത്ത് ടബിൻ്റെ കാര്യങ്ങളായാലും വരാന്ത കണ്ടോ. ഈ വരാന്ത വളരെ അട്രാക്റ്റീവാണ്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു വരാന്ത. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കാം. ഇതേപോലെ തന്നെ ഒരു ബാത്ത് ടബ് ഇതിൻ്റെ അറ്റത്തുണ്ട്. വീടിൻ്റെ പുറകുവശം കാട്ടിലേക്ക് ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് നൽകുന്നൊരു ഇതാണ്. അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ കുറേ റിസ്ക് ഉണ്ട്. എന്നുവെച്ചാൽ ഇവിടെ വൈൽഡ് അനിമൽസ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻക്ലൂഡിങ് ടൈഗർ വരെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇതിൻ്റെ സൂക്ഷിപ്പുകാർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ടൈഗറിനെ കണ്ടിട്ടുണ്ട്, എലിഫൻറ്റ്, അതുമാതിരി കരടി, ഈ വക സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വൈകി കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. പിന്നെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയാണ് നല്ലത് വൈകി കഴിഞ്ഞാൽ. പകലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. പകലപ്പോൾ അത്ര 100% സേഫാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ആംബിയൻസ് ഒരു രക്ഷയില്ല, ഗംഭീര ആംബിയൻസാണ്. കണ്ടോ, എന്താ പറയുക, വലിയ മലനിരകളിൽ കംപ്ലീറ്റ് കോടയാണ്. ഒന്നും പറയില്ല, ഗംഭീര ആംബിയൻസ്. ഇവിടെ ഈ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് വരുന്ന വഴിയിൽ കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു മരത്തിൽ മുന്നേ ഞങ്ങൾ വന്നിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ടൈഗർ മാന്തിയ പാട് കാണാം. ടെറിട്ടറി മാർക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ. ഈ ചോരക്കാലി എന്ന് പറയുന്ന മരത്തിലാണത് സാധാരണ മാന്തിയിട്ട് സ്ക്രാച്ച് മാർക്ക് ഉണ്ടാക്കുന്നത്. ടെറിട്ടറി മാർക്കിങ്ങിൻ്റെ ഒരു ഭാഗമാണ് അത്. അപ്പോൾ അങ്ങനെ വളരെ ഒരു ആംബിയൻസ്, വളരെ ആംബിയൻസ് നമ്മളെ മറ്റാരും ശല്യപ്പെടുത്താണ്ട് ഒരു മറ്റുള്ള ഒരു വാഹനങ്ങളുടെ ശബ്ദമോ മറ്റുള്ള ആരും ഇങ്ങോട്ട് കടന്നു വരാണ്ട് നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതിൻ്റെ സൂക്ഷിപ്പുകാർ ഒരു 3 പേര് ഇവിടെ കാണുന്നുണ്ടെന്ന് അറിയില്ല. അവിടെ കുറച്ചൊരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടാണ്. അപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു 3 പേര്, ഇതിൻ്റെ സൂക്ഷിപ്പുകാർ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇവിടെ ഒരു CCTV ഒക്കെ ഉണ്ട് കേട്ടോ. CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. ഇവിടെ ഇതിൻ്റെ ചുറ്റും കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണാം. പക്ഷെ അതൊന്നും ഉപയോഗശൂന്യമായിട്ടുള്ള കെട്ടിടങ്ങളായിട്ടാണ് കാണുന്നത്. കുറേ ഇടിഞ്ഞ് പൊളിഞ്ഞ് എന്തൊക്കെയോ പണ്ട് കാലത്തെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു പ്രതിഷ്ഠ നമുക്കിവിടെ കാണാം. വീടിനോട് അടുത്ത് തന്നെ നടന്ന് വരാനുള്ള ദൂരത്തിൽ തന്നെ ഒരു പ്രതിഷ്ഠ ഇവിടെ കാണാം. വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് ആ പ്രതിഷ്ഠ. പിന്നെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള മെമ്പേഴ്സ് ശ്യാം, എൻ്റെ ശരത്ത് ഫോട്ടോ എടുപ്പിലാണ്. മുന്നത്തെ ചില വീഡിയോയിലൊക്കെ അവരുണ്ടാവും.
ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടോ, കുറച്ച് ഇടിഞ്ഞ് പൊളിഞ്ഞ കെട്ടിടങ്ങൾ, എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നമുക്കിവിടെ ഈ സ്ഥലം അറേഞ്ച് തന്ന നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കാം. ആളിപ്പോൾ സ്ഥലത്തില്ല, കുറച്ച് കണ്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുക, ഇവിടുത്തെ ചുറ്റുമുള്ള ആ പ്രകൃതി ഭംഗിയും ആ ഒരു വന്യമായിട്ടുള്ള ആ ഒരു ആംബിയൻസ് ആസ്വദിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. വേറെ ഒരു ട്രക്കിംഗ് ആക്ടിവിറ്റീസ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ആംബിയൻസാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗി. കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് നമ്മളിവിടെ വന്നത്. ഒരു 2 കൊല്ലത്തോളമായിട്ട്. ടീച്ചറുടെ മോളാണ് നേരത്തെ കണ്ടത്, അവന്തിക കണ്ടില്ലേ അവിടെ നിൽക്കുന്നത്. പിന്നെ ആ റൂമിൽ കണ്ട കുട്ടി അമൽ. കാലത്തൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ഇവിടെയുള്ള മലയാളി സുഹൃത്തിനോട് അനുവാദം ചോദിച്ച് ആളെയും കൂട്ടിയാണ് ഇറങ്ങിയത്. ടൈഗർ വിത്തിലെ അതിൻ്റെ കുട്ടിയുണ്ട് കേട്ടോ. ഇത് അഡൾട്ട് ടൈഗർ, ഇത് കുട്ടിയുടെ കപ്സ്. കാലത്ത് ചുമ്മാ ഇങ്ങനെ നടക്കാറിങ്ങിയതാ. ഇതിൻ്റെ സറൗണ്ടിങ്സിൽ മാത്രം. എന്നിട്ടോ കൂണില്ലേ, അരിക്കൂടെ എന്നറിയാം എൻ്റെ കൂടെ. അപ്പം ഇതിൻ്റെ സറൗണ്ടിങ്സിൽ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. വല്ലാണ്ട് ഡീപ്പായിട്ട് ഉള്ളിലേക്ക് പോകാൻ പാടില്ല. എന്നുവെച്ചാൽ ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അനധികൃതമായിട്ട് ഉള്ള പരിപാടികൾ നമ്മൾ ചെയ്യാറില്ല പൊതുവെ. അത് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. മാത്രമല്ല ഇഷ്യൂ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ല, പൊതുവെ അത്തരം പ്രവർത്തികൾ ഒഴിവാക്കാൻ നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സറൗണ്ടിങ്സ് മാത്രം ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് ഒന്ന് ഇറങ്ങി. കാലത്ത് പഗ് മാർക്ക് ഉണ്ട്, ടൈഗറിൻ്റെ പഗ് മാർക്ക്. ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ, ടൈഗർ വിത്ത് കബ്ബ് ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അതിൻ്റെ ഒരു പഗ് മാർക്ക് ഉണ്ട്. പിന്നെയുള്ളത് കരടി ഇവിടെ നല്ല പ്രസൻസ് ഉണ്ട് കരടിയുടെ. ഇന്ന് കാലത്ത് കരടീനെ കണ്ടു. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ബാക്ക് സൈഡിൽ. ഇന്നലെ രാത്രി ആയതുകൊണ്ട് അങ്ങനെ ഫോട്ടോ വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതിൽ പരിമിതികളുണ്ടല്ലോ. വീടിൻ്റെ ബാക്കിലേക്ക് തന്നെ വരാന്തയുടെ അടുത്ത് തന്നെ മാനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ഒരു 1 മണി 2 മണി അങ്ങനെ എന്തോ സമയത്ത് കാട്ടുപോത്ത് വന്നിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ബാക്ക് സൈഡിൽ. ആ ലോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാലത്ത് പിന്നെ കാട്ടുപോത്തൊക്കെ പോയി. പക്ഷെ മാനുകൾ നിറയാൻ വേണ്ടായിരുന്നു. അപ്പം അതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കരടീനെ കണ്ടത്. അപ്പോൾ മാനുകളൊക്കെ അലർട്ടാവുണ്ടായിരുന്നു. അതൊരു ശബ്ദം ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സറൗണ്ടിങ്സ് നല്ലൊരു ആംബിയൻസാണ്, കാമൻ ക്വയറ്റാണ്. പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും ഇവിടേക്ക് വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് വളരെ കാമായിട്ട് നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ, നടക്കാം. പിന്നെ കുറേ കാര്യം ശ്രദ്ധിക്കണം നമ്മൾ നടക്കുമ്പോഴൊക്കെ, ചുറ്റുപാടൊക്കെ. എൻ്റെ
എന്താ പറയുക മരങ്ങളും ചെടികളും ഒക്കെ വെടുപ്പാക്കി ഇട്ടിരിക്കുക. കാരണം പെട്ടെന്ന് എന്തെങ്കിലും ആനിമൽസ് വന്ന് ഇവിടെ താമസിക്കുന്നവർക്ക് വിസിബിൾ ആകാൻ വേണ്ടി. മരങ്ങൾ അങ്ങനെയല്ല, നമുക്ക് വിസിബിൾ ആവുന്ന രീതിയിൽ ഈ കുറ്റിച്ചെടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കണ്ടോ വെട്ടി ഒരു സറൗണ്ടിങ്സിൽ കുറച്ചൊരു ഏരിയ നമുക്ക് വിസിബിൾ ആണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പിന്നെ നിങ്ങൾ തിക്ക് ഫോറസ്റ്റ് വരുന്നത്. ശരിക്കും രാവിലെ ആ ഒരു മോർണിംഗിലെ ഒരു ക്ലൈമറ്റും ഇവിടുത്തെ ഒരു ഭംഗിയുണ്ടല്ലോ, അയ്യോ ഒന്നും പറയണ്ട. അത്രയും ഒരു എന്താ പറയുക സൈലന്റ് ആൻഡ് എനർജറ്റിക് അറ്റ്മോസ്ഫിയറാണ്. നമ്മളെന്താ പറയുക അത്രയും എനർജറ്റിക് ആവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ. ഒരു നല്ലൊരു സ്റ്റേ ആയിരുന്നു അത്. ഇവിടെ താമസിച്ച് ഈ ആംബിയൻസ് ആസ്വദിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. വേറെ ആക്ടിവിറ്റീസൊന്നും ഇവിടെ ഇല്ല. പണ്ട് കാലത്ത് കാപ്പി കൃഷി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയാണ് കുറേ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾ കാര്യങ്ങൾ അവിടെ അതിൻ്റെ മെഷീനറീസ് ഒക്കെ നാശമായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. ഇപ്പോൾ ഈ ഏരിയയിൽ തമിഴ്നാട് ഗവൺമെൻറ് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു ഇവരുടെ ഒരു ഏരിയ തന്നെ സീൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അത് ഇവർക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസം പരിപാടികളൊന്നും ഇല്ല. ഇതിൻ്റെ ഓണറുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ആ ടൈപ്പ് ആൾക്കാരൊക്കെ മാത്രമേ അവിടെ വന്ന് താമസിക്കാറുള്ളൂ. ഇതൊരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ളൊരു ബംഗ്ലാവ് അല്ല അത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇത് പിന്നെ ഇവരുടെ ടോട്ടൽ ഒരു സറൗണ്ടിങ്സ് മുഴുവൻ ഇവർക്ക് നഷ്ടപ്പെടും. അവിടെ ഒരു മലയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മല കാണാൻ ഇന്നലെ വിസിബിളായിരുന്നു കുറച്ച് പല സമയങ്ങളിലും. ആ മലയുടെ താഴ്വാരം മുതൽ വലിയൊരു സറൗണ്ടിങ്സ് ഏരിയ, ഒരു 350ഓളം ഏക്കർ ഇവരുടെ അണ്ടറിലുണ്ട്. ഇവിടെ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചു, കൃഷിയോ കാര്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവരിവിടെ നോക്കാനായിട്ടൊരു 3 പേരുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇവരെ ഈ പറഞ്ഞ മാതിരി ഓണറുടെ ബന്ധുക്കൾ കാര്യങ്ങൾ വേണ്ടപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുക, വേറെ ഒന്നുമില്ല. അനധികൃതമായിട്ട് ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടോ, ഈ മരങ്ങൾ വെട്ടുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യുക. അതൊക്കെ ഉണ്ടെങ്കിൽ അത് തടയും. ഫോറസ്റ്റിൽ നിന്നൊക്കെ നല്ല കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു 3 പേര് ഇവിടെ ഉണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ നിലവിലെ അവസ്ഥ. നമ്മൾ ഈ ബെയർ ആപ്പിൾ എന്ന് പറയില്ലേ, ഒരു ചെറിയ ഇതായിട്ട് അതിൻ്റെ മരമാണിത് എന്നറിയത്. ഇപ്പം തന്നെ ഉണ്ട്, ഇപ്പം തന്നെ അതിൻ്റെ ഇത് വന്നിട്ടുണ്ടല്ലേ. ചെറുതായിട്ട് നിറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സമയം നിറയെ ഉണ്ടാവും പറയുന്നത്. എന്താ ഇത് മരം മുഴുവൻ ഒൻ്റെ ദൈവമേ എത്രത്തോളം വിസിബിൾ അത് ഇവിടെ താഴ്ത്ത് നോക്കാം. കണ്ടോ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. മരം മുഴുവൻ ഇതിൻ്റെ കായ ഉണ്ടാവും. ഇത് ഇപ്പോൾ ചെറുതായിട്ടുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പല സ്ഥലത്തും ഇങ്ങനത്തെ മരങ്ങളുണ്ട്. ഇതിനെ കുനുകുനാന്ന് അറിയണ്ടായിട്ട് കേട്ടോ. എൻ്റെ ദൈവമേ എത്ര മരം മുഴുവനുണ്ട്. ഇത് ഫുള്ളായിട്ട് കുറച്ച് വലുതായി കഴിഞ്ഞാൽ എന്താ പറയുക, ഇല കാണാൻ പറ്റാതെ അത്രയും ഉണ്ടാവുമെന്ന് പറയില്ലേ, അത്രയ്ക്ക് ഇത് പൂട്ടും കായായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ പലതരത്തിലുള്ള മരങ്ങളും നിരവധി പക്ഷികളും നമുക്കിവിടെ ഉണ്ട്. ഹനുമാലങ്കൂർ ഉണ്ടായിരുന്നു, നിറയെ മാനുകളാണ്. മാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മാനുകളാണ്. അപ്പോൾ ഇതിൻ്റെ പരിസരങ്ങളൊക്കെ നല്ല രസമാണ്. രാത്രിയിലെ ശബ്ദങ്ങൾ, മലബാർ വിശ്രീന്ദ്രൻ്റെ പാട്ട്, അങ്ങനെ കുറേ നല്ല രസമാണ്. ഇപ്പോഴും കുറേ കിളികളുടെ ശബ്ദവും ഒക്കെ അങ്ങനെ കേൾക്കാം. ഈ ആംബിയൻസ് നല്ല ഗംഭീര ആംബിയൻസ്. ഇവിടെ കാണുന്ന ഒരു മുൾച്ചെടി ഉണ്ട്, അതിൻ്റെ കായാണ് കൂടുതലും നമ്മുടെ ചൈനീസുകാരുടെ ഫേവറേറ്റ് ഫുഡാണിത്. ഒരു പുളിപ്പും മധുരവും കലർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇത് കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. ഞാനിത് 2-3 തവണ കഴിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ കണ്ടോ, അതിൻ്റെ ഒരു ഇത് നമ്മുടെ അരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അതിൽ കളർ കയറ്റാനൊക്കെ മെയിനായിട്ട് മിക്സ് ചെയ്യുന്നൊരു സാധനം. സ്വീറ്റാണ്, കുറച്ച് പുളിപ്പാണ് കൂടുതൽ. ഇതിലൊരു
അങ്ങനെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ബാക്ക് സൈഡിൽ ആ വരാന്തി കഴിഞ്ഞ് ആ കാടിൻ്റെ ഏരിയയിൽ നിരവധി മാനുകൾ മാൻകൂട്ടങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു രാത്രി തങ്ങിയതിന് ശേഷം തിരിക്കുകയാണ്. കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒന്നായിരുന്നു ഇവിടെയുള്ള സ്റ്റേ. ഏർലി മോർണിംഗ് വീടിൻ്റെ പുറകിൽ 10-20 മീറ്റർ അകലെയായി കരടി വന്നു. ശബ്ദം കേട്ടപ്പോൾ കാടിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി. എല്ലാവരും ഹാപ്പിയാണ്. പലപ്പോഴും ട്രക്കിംഗ് ക്യാമ്പുകൾ നടത്തുന്ന സമയത്ത് അതിനു മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇടയ്ക്ക് ഇത്തരത്തിലുള്ള സ്റ്റേയുടെ കൂടി ആവശ്യമുണ്ടെന്ന് തോന്നി. കാടിൻ്റെ ഉള്ളിൽ കാടിനെ ആസ്വദിച്ചു കുറേ നേരം മനസ്സ് നിറഞ്ഞ് ജീവിക്കുക. കുറച്ച് നാൾ കഴിഞ്ഞ് അവിടെയുള്ള സുഹൃത്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസും അയച്ചു തന്നിരുന്നു. വന്യജീവികളെ കാണുക എന്നത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇനി അതിനെയൊക്കെ കണ്ടാലും ഇല്ലെങ്കിലും പ്രകൃതി നമുക്ക് തരുന്ന കാഴ്ചകൾ ആസ്വദിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.